വെൽക്കം ടു ക്രൈസ്റ്റ് ഫോർ കമ്മ്യൂണിറ്റി. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ 11 വയസ്സ് പ്രായമുള്ളതായ ഒരു ബാലകൻ അമേരിക്കയിലുള്ളതായ ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. അവൻ്റെ കഥയാണ് ഇന്ന് ഞാൻ പറയുവാനായിട്ട് പോകുന്നത്. ഇത് ഒരു സംഭവിച്ചതായ കഥയാണ്. ആ ബാലകൻ്റെ ഫാദർ ഒരു പാസ്റ്ററായിരുന്നു. എല്ലാ ദിവസവും ആരാധനയ്ക്ക് ശേഷമായിട്ട് അവനും അവൻ്റെ അപ്പനും കൂടെ അടുത്തുള്ളതായ സ്ഥലങ്ങളിൽ ട്രാക്റ്റുകൾ വിതരണം ചെയ്യുവാനായിട്ട് പോവുക പതിവായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ ആരാധനയ്ക്ക് ശേഷമായിട്ട് ആഹാരമൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷമായിട്ട് ആ ബാലകൻ തൻ്റെ കോട്ടുകളൊക്കെ എടുത്തിട്ടു, നല്ല ഷൂസൊക്കെ ഇട്ടു. കാരണം വെളിയിൽ നല്ല തണുപ്പാണ്, അതുകൂടാതെ നല്ല മഴയും പെയ്യുവാനായിട്ട് തുടങ്ങി. എന്നിട്ടും താൻ അതിനെ ഒന്നും വകവെക്കാതെ ഡ്രസ്സെല്ലാം ചെയ്തതിന് ശേഷമായിട്ട് ഡാഡിയുടെ അടുക്കിലേക്ക് കടന്നു വന്നു. ഡാഡി, ലെറ്റ്സ് ഗോ. പിതാവ് ചോദിച്ചു, എവിടെ പോകാനാ മോനെ? അപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് പതിവ് നമ്മൾ ട്രാക്ടർ കൊടുക്കണമല്ലോ. ഓ, അതിനിപ്പോൾ വെളിയിൽ ഭയങ്കരമായ മഴയാണല്ലോ, അതിലൂടെ ഭയങ്കര തണുപ്പും, ഇപ്പോൾ യാത്ര ചെയ്യാനുള്ള പ്രയാസമാണ്, ഇതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം എന്ന് ഡാഡി അഭിപ്രായപ്പെട്ടു. എന്നാൽ ആ 11 വയസ്സുകാരൻ ഇപ്രകാരം പറഞ്ഞു, ഡാഡി, നരകത്തിലേക്ക് പോകുന്നവർ അവരുടെ യാത്ര ഇതുവരെ തീർന്നിട്ടില്ലല്ലോ, അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം നമ്മൾ നിർത്താതെ നമ്മൾക്ക് നിർത്തിവെക്കാനൊക്കത്തില്ലല്ലോ, ഞാൻ പോകട്ടെ എന്ന് പിതാവിനോട് അനുവാദം ചോദിച്ചു. ഈ തണുപ്പും മഴയും ഒക്കെ ഉള്ളപ്പോൾ പോകുന്നത് എനിക്കിഷ്ടമല്ല, എന്നാൽ നീ വളരെ സൂക്ഷിച്ചു പോവുകയാണെങ്കിൽ നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കുറേ ട്രാക്റ്റുകളും എടുത്തുകൊണ്ട് പതിവ് പോലെ ആ സ്ട്രീറ്റുകളിൽ കൂടെ അവൻ യാത്രയായി. മഴയെയും തണുപ്പിനെയും വകവയ്ക്കാതെ തൻ്റെ കുടയും പിടിച്ചുകൊണ്ട് യാത്ര തുടർന്നു. വഴിയിൽ കണ്ട കുറച്ചു പേർക്കൊക്കെ അവൻ ട്രാക്റ്റുകൾ പതിവ് പോലെ വിതരണം ചെയ്തു. അടുത്തുള്ള വീടുകളിലും ചില വീടുകളിലൊക്കെ കയറി ഇറങ്ങി. അവൻ്റെ കയ്യിൽ കൊണ്ടുപോയിരുന്ന ട്രാക്റ്റുകൾ മിക്കവാറും എല്ലാം തന്നെ തീരുകയുണ്ടായി. ഒടുവിൽ ഒരു ട്രാക്റ്റ് അവശേഷിച്ചു. ചുറ്റും നോക്കിയിട്ട് ആരെയും കണ്ടില്ല. അവൻ മറുവശത്തേക്ക് നോക്കിയപ്പോൾ ഒരു വീട്, ഇതാ ലൈറ്റുകളൊന്നുമില്ല, അടഞ്ഞു കിടക്കുന്നു. എങ്കിലും അവിടേക്ക് പോകാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടേക്ക് ആ കതകിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. കോളിംഗ് ബെല്ലിൽ പ്രസ് ചെയ്യുകയുണ്ടായി. ഒന്ന് പ്രസ് ചെയ്തു, കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ആരെയും കാണുന്നില്ല, ശബ്ദമൊന്നും തന്നെ കേൾക്കുന്നില്ല. വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്തു, അനക്കമൊന്നുമില്ല, ആരും വരുന്നില്ല, ആൻസറും കേൾക്കുന്നില്ല. അവൻ വിചാരിച്ചു, എന്നാൽ നീ മടങ്ങിപ്പോകാം എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നതിനായിട്ട് തിരിഞ്ഞ് നടക്കുവാനായിട്ട് ഭാവിച്ചു. അപ്പോൾ എന്തോ ഒരു ശക്തി അവനെ അവിടെ പിടിച്ചു നിർത്തുന്നതായിട്ട് അവന് തോന്നി. ഒന്നുകൂടെ ട്രൈ ചെയ്യാം, അല്പനേരം കൂടെ വെയിറ്റ് ചെയ്യണം. വീണ്ടും അവൻ ആ കഥകിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ശ്രദ്ധിച്ചു, ഒരനക്കവും കേൾക്കുന്നില്ല. ഒന്നുകൂടെ പ്രസ് ചെയ്തു. അങ്ങനെ കൂടെ ബെല്ലുകൾ പ്രസ് ചെയ്തു. യാതൊരു റെസ്പോൺസും കിട്ടാതെ അവൻ ആ വരാന്തയിൽ അല്പനേരം കൂടെ നിൽക്കുമ്പോൾ ഇതാ ഒരു ചെറിയ ശബ്ദം. അവൻ ശ്രദ്ധിച്ചു, ആരോ ആ കതവ് തുറക്കുന്നതായിട്ട് അവന് തോന്നി. അവൻ സൂക്ഷിച്ച് നോക്കി. അപ്പോൾ ഇതാ ഒരു പ്രായമുള്ള ഒരു വലിയമ്മച്ചി കതക് തുറന്ന് ഇങ്ങനെ അവിടേക്ക് വരികയാണ്. എന്നിട്ട് ചോദിച്ചു, ഹൗ കാൻ ഐ ഹെൽപ്പ് യു സൺ? മോനെ, എങ്ങനെ, എന്തു വേണം നിനക്ക്? അപ്പോൾ അവൻ പറയുകയുണ്ടായി. അവൻ്റെ മുഖത്ത് ദൈവിക പ്രകാശം വിളങ്ങുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ അവൻ പറഞ്ഞു, ഇതെൻ്റെ ലാസ്റ്റ് ട്രാക്റ്റാണ്, ഇതിവിടേക്ക് തരുവാനായിട്ട് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. യേശു നമ്മെ സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. ഇത് വായിച്ചു നോക്കിയാൽ ഇതിനകത്ത് ഇതിനുള്ളതായ ഉത്തരങ്ങളൊക്കെ ഉണ്ട്, ഇത് വായിക്കുക എന്ന് പറഞ്ഞിട്ട് ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് യാത്രയായി. അടുത്ത ഞായറാഴ്ച സഭായോഗത്തിൻ്റെ സമയം. തൻ്റെ ഡാഡിയും മമ്മിയും സഭായോഗത്തിന് ചെന്ന് അതിൻ്റെ സർവീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സാക്ഷ്യത്തിനുള്ളതായ സമയം ആയി. അപ്പോൾ 11 വയസ്സുള്ള പ്രായമുള്ളതായ ബാലകൻ്റെ പിതാവ് പാസ്റ്റർ എഴുന്നേറ്റ് നിന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും സാക്ഷ്യവാചകങ്ങൾ പറയുവാനായിട്ടുണ്ടെങ്കിൽ
എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ പറയുവാനുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുകയും അതിനുള്ളതായ അവസരവും ഞാൻ നിങ്ങൾക്ക് തരികയാണ് എന്ന് പറഞ്ഞു. ആ ഓഡിയൻസിൻ്റെ ഏറ്റവും പുറകിലുള്ളതായ ഒരു സീറ്റിൽ നിന്നും ഒരു പ്രായമുള്ള മാതാവ് എഴുന്നേറ്റ് നിന്നു. അവൾ പതിയെ മുന്നോട്ട് കടന്നു വന്നു. അവൾ നിന്നുകൊണ്ട് ഓഡിയൻസോട് പറഞ്ഞു, ഞാനിവിടെ ആദ്യമായിട്ടാണ് ഈ ചർച്ചിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെ ഒരു ചർച്ച് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാൽ നിങ്ങളെ ആരെയും തന്നെ എനിക്ക് പരിചയമില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഞാനിവിടെ കടന്നു വരുന്നത്. അതൊരു കാര്യമുണ്ട്, അത് നിങ്ങളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വളരെ വേദന നിറഞ്ഞതായ മാനസിക അവസ്ഥയിൽ കൂടെ കടന്നു പോകുകയായിരുന്നു. എൻ്റെ ഭർത്താവ് വളരെ പ്രായമുള്ളവനായിട്ട് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പാണ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടത്. അതിനുശേഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. ആരും എന്നെ സഹായിപ്പാനില്ലെന്ന് തോന്നി. ഞാൻ വളരെ ലോൺലിയാണെന്ന് തോന്നി. ഞാൻ ഈ ലോകത്തിൽ ഒരു അധികപ്പറ്റാണെന്ന് എനിക്ക് തോന്നി. ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ വീടിൻ്റെ ആറ്റിക്കിലേക്ക് ഒരു കയറി ചെന്നു. അവിടെ ഒരു ചെറിയൊരു കസേര എടുത്തിട്ടു. ആറ്റിക്കിൻ്റെ മുകളിലുണ്ടായിരുന്നതായ ഒരു ബീമിൽ ഒരു കയറ് കെട്ടി അതിൻ്റെ മറുവശം എൻ്റെ കഴുത്തിലും ഇട്ടുകൊണ്ട് മരിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആ കസാര തട്ടി കളയുവാനുള്ളതായ ആഗ്രഹത്തോടുകൂടി ഞാൻ ഇരിക്കുമ്പോഴാണ് ഇതാ ഒരു ശബ്ദം എൻ്റെ ഡോർബെല്ലിൽ നിന്നും വരുന്നു. ഞാൻ അല്പനേരം മിണ്ടാതെ ഇരുന്നു. സാധാരണ ഒരു ബെല്ലടിച്ചു കഴിഞ്ഞ് അവർ പോവുക പതിവാണ്. അവരതുപോലെ പോകുമെന്ന് വിചാരിച്ചു. എന്നാൽ വീണ്ടും വീണ്ടും ആ ശബ്ദം എന്നെ ഒന്നും ചെയ്യുവാനായിട്ട് അനുവദിച്ചില്ല. ഒടുവിൽ 3-4 പ്രാവശ്യം ആ ബെല്ലുകൾ അടിച്ചപ്പോൾ ഞാൻ പതിയെ അതിൽ നിന്ന് ഇറങ്ങി താഴേക്ക് ചെന്നിട്ട് കതക് തുറന്നപ്പോൾ ഇതാ ഒരു 11 വയസ്സുള്ളതായ പയ്യൻ അവിടെ നിൽക്കുന്നു. ഞാൻ അവനോട് ഹൗ കാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഇപ്രകാരം പറഞ്ഞു, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതായ ആ മെസ്സേജ് തരുവാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ ഏത് പ്രയാസങ്ങളിലും കർത്താവ് നമ്മളെ സഹായിക്കും എന്നുള്ളതായ അതിൻ്റെ വിവരങ്ങൾ, അതിനെക്കുറിച്ചുള്ളതായ കൂടുതൽ വിവരങ്ങൾ ഈ ട്രാക്റ്റിലുണ്ട്. ഇതെൻ്റെ ലാസ്റ്റ് ട്രാക്റ്റാണ്. ഇത് തരുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം ഞാൻ ബെല്ലടിച്ചതും ഇതിനു വേണ്ടി നോക്കി നിന്നതും. ഞാൻ ആ ബാലകൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ അവൻ്റെ മുഖം പ്രകാശിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അവൻ്റെ സന്തോഷം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് വളരെ പ്രസന്നതയും ദൈവിക സന്തോഷവും ഉണ്ടായിരുന്നു. അതിനുശേഷമായിട്ട് അവൻ അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു. ഞാൻ കഥ അടച്ചു. എൻ്റെ ചെയറിലേക്ക് പോയിരുന്നിട്ട് ഞാൻ ആ ട്രാക്റ്റിൽ എഴുതിയിരുന്നത് എന്താണെന്ന് നോക്കാം എന്ന് വിചാരിച്ച് അതൊന്ന് വായിച്ചു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സന്ദേശമായിട്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തോന്നിപ്പിച്ചു. ഇത് എന്നോടുള്ള സന്ദേശം. എൻ്റെ ഈ പ്രയാസവേളയിൽ എന്നെ സഹായിക്കുവാൻ വേണ്ടി ദൈവദൂതനെ എൻ്റെ ദൈവം അയച്ചല്ലോ എന്നുള്ളതായ ആ ഒരു ചിന്തയോടുകൂടെ ഞാനത് വായിച്ചു. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഏത് പ്രയാസങ്ങളുടെയും മധ്യത്തിൽ കടന്നു പോകുവാനുള്ള ബലവും ശക്തിയും ആരോഗ്യവും മനോധൈര്യവും പ്രത്യാശയും അതുമാത്രമല്ല യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയും തന്ന് നിന്നെ നടത്തുവാൻ ദൈവം പ്രാപ്തനെന്നും ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ തനിയെ അല്ല എന്നും അതിൽ എഴുതിയിരുന്നത് വായിച്ചു. എൻ്റെ ഹൃദയത്തോട് വളരെ അഗാധമായി അത് സ്പർശിച്ചു. എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷമായിട്ട് ഞാൻ മുകളിലേക്ക് ചെന്നിട്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നായ ആ കസേര അവിടെ നിന്ന് എടുത്ത് മാറ്റി. ആ കയറും അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഞാൻ പ്രത്യാശയോടുകൂടെ സന്തോഷത്തോടുകൂടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ വരുവാനായിട്ടുള്ള കാരണം ആ 11 വയസ്സുള്ള ആ കൊച്ചു ബാലകന് എൻ്റെ പ്രത്യേകമായ നന്ദി എൻ്റെ ഹൃദയത്തിൽ നിന്നും അർപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഞാൻ ഇതുവരെ ഒരു ക്രിസ്ത്യാനിയല്ലായിരുന്നു. എന്നാൽ ഞാനിപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ വാക്കുകൾ കേട്ടപ്പോൾ
ആ ചർച്ചിലുണ്ടായിരുന്നായ എല്ലാ പ്രിയപ്പെട്ടവരുടെയും കണ്ണുകൾ നിറയുണ്ടായി സന്തോഷം കൊണ്ട്. ആ പിതാവ് ആ സ്റ്റേജിൽ നിന്ന് നോക്കിയപ്പോൾ അമ്മയും മകനും ആ മുമ്പിലത്തെ റോയിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ പിതാവ് താഴേക്ക് ഇറങ്ങി വന്നിട്ട് മകനെ തൻ്റെ തോളിൽ എടുത്ത് അവനിൽ നിന്നും ഒരു പാഠം ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ചുംബിച്ച് അനുഗ്രഹിച്ച് സ്നേഹിക്കുന്നതായ കാഴ്ച കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നായ ആളുകൾക്കെല്ലാവർക്കും വളരെ സന്തോഷമുണ്ടായി. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിന്നായ ജനങ്ങളെല്ലാവരും തന്നെ വളരെ ആഹ്ലാദഭരിതരായി. ഒരു പിതാവ് ഒരു മകനെ പ്രകാരം സ്നേഹവാക്കുകൾ പറഞ്ഞ് കയ്യിലെടുത്ത് സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ ഹൃദയം വളരെ ആനന്ദം ഭരിതരമായി തീർന്നു. അവിടെ നിന്ന് ഒരു പാഠം നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഈ 11 വയസ്സുകാരൻ വളരെ മഴയും ഇരുട്ടും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അതിൻ്റെ മധ്യത്തിലേക്ക് ആ പിതാവ് പോകുവാനായിട്ട് അനുവദിച്ചു എങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അതിനേക്കാൾ പാപം നിറഞ്ഞതായ ഒരു ലോകത്തിലേക്ക്, അപമാനവും കഷ്ടവും സഹിക്കേണ്ടി വരുന്നതായ ഒരവസ്ഥയിലേക്ക് തൻ്റെ ഏകജാതനായ മകനെ അയച്ചതായിട്ട് കാണുന്നുവല്ലോ. നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. കാൽവറിയിൽ ഉറക്ക നിലവിളിച്ചിട്ടും യേശുവിൻ്റെ മരണം അവിടെ സംഭവിക്കുവാനായിട്ട് അനുവദിച്ചത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയായിരുന്നു. ഇതിനെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി പൈതലേ, ഒരു പാഠം നമ്മൾക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ടുണ്ട്. പ്രത്യേകാൽ ഈ 2021 പലവിധങ്ങളായ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും രസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായ കാലഘട്ടമാണല്ലോ. കാരണം മറ്റ് പല കാര്യങ്ങളും ഇടപെടുവാൻ സാധിക്കാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നു. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കാതെയും ദൈവത്തിൻ്റെ രക്ഷ കണ്ടെത്താതെയും നിത്യനരകത്തിലേക്ക് പോകുന്ന അനേകർ നമ്മളുടെ ചുറ്റുമുണ്ട്. നമ്മളുടെ ബന്ധുക്കളായിട്ടുണ്ട്, നമ്മളുടെ കൂട്ടുകാരായിട്ടുണ്ട്, നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. എന്നാൽ അവർക്ക് പലപ്പോഴും രസിപ്പിക്കുന്നതായ പല കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ അല്പസമയമെടുത്ത് ഈ ദൈവസ്നേഹത്തെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷണീയ പ്രവൃത്തിയെക്കുറിച്ചുള്ളതായ വിവരങ്ങളും നമ്മളുടെ പ്രിയപ്പെട്ടവരെ അറിയിച്ചാൽ ആ നിത്യനരകത്തിൽ നിന്നും സ്വർഗീയ ഭവനത്തിലേക്ക് അവകാശികളായി വരുവാൻ അവർക്ക് സാധിക്കുന്നുവെങ്കിൽ ആ ദൂതതുല്യമായ പ്രവർത്തനം ചെയ്തായ 11 വയസ്സുകാരനെ പോലെ നമ്മളുടെ ജീവിതത്തിലും വളരെ സന്തുഷ്ടിയുള്ളവരായി തീരുവാനായിട്ട് സാധിക്കും. ക്രൈസ്റ്റ് ഫോർ കമ്മ്യൂണിറ്റിയിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഇതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലുള്ള ഒരു നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് അയച്ചു. ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരും ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. അത് ഏത് വർഗത്തിൽപ്പെട്ടവരായിരുന്നാലും, ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും, ഏത് സമുദായത്തിൽപ്പെട്ടവരായിരുന്നാലും, ഏത് വിശ്വാസത്തിൽപ്പെട്ടവരായിരുന്നാലും, ഏത് കാറ്റഗറിയിൽപ്പെട്ടവരായിരുന്നാലും, ഏത് സോഷ്യൽ സ്റ്റാറ്റസിൽപ്പെട്ടവരായിരുന്നാൽ തന്നെയും യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷയെ പ്രാപിച്ച് സ്വർഗീയ വാസത്തിന് അവകാശികളായി തീരണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അതിനുവേണ്ടി ഒരുക്കപ്പെടുന്നതായ ആ സഭയാകുന്ന കമ്മ്യൂണിറ്റിയിൽ ഭാഗങ്ങളാക്കി നമ്മളെ ഓരോരുത്തരെയും തീർക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ മെസ്സേജ് നമ്മൾ ഇത് പാസ് ചെയ്തേണ്ടതാണ്. നമ്മളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാളെയെങ്കിലും ദൈവസന്നിധിയിലേക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അതിനുള്ള പ്രതിഫലവും ലഭിക്കും.